കുറച്ച് ദിവസങ്ങളെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്നൊരു വ്യത്യസ്തമായ ഐറ്റം പിടിക്കാമെന്ന് വെച്ചു. അതും ഒരു നാടൻ ഐറ്റം ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ നാടൻ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ തനി നാടൻ തനിമയിലുള്ള ഒരു വ്യത്യസ്തമായ ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ചമ്മന്തി എന്ന് പറയുന്നത് ബീറ്റ്റൂട്ട് ചമ്മന്തി. നമ്മൾ തേങ്ങാ ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി ഇതൊക്കെ കേട്ടിട്ടുണ്ട്. എന്തിനധികം പറഞ്ഞത് ജാതിക്കയുടെ ചമ്മന്തി വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ബീറ്റ്റൂട്ട് ചമ്മന്തിയാണ്. അങ്ങനെ ചമ്മന്തി ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ? വായോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായോ. നമ്മുടെ മെയിൻ ഐറ്റം ബീറ്റ്റൂട്ട്, പിന്നെ ഇതാ വാളംപുളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പിന്നെ ഇതാ ക്രഷ്ഡ് ചില്ലി. ഇതാണ് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ. പിന്നെ ഇത് തേങ്ങ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. നമുക്ക് ചെയ്താലോ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. ചൂടായി വരട്ടെ. ഇതാ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക, നമ്മുടെ മെയിൻ താരം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ എണ്ണ അല്ലാത്ത എത്രയും കാണും. ഈ ബീറ്റ്റൂട്ടിന്റെ വെള്ളമൊക്കെ ഇറങ്ങിയേക്കണേ. എണ്ണ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുള്ളൂ. ഈ തേങ്ങ ഒരുവിധം ആയിട്ട് വേണം നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാം. അവനെ അവിടെ ഒന്ന് വാടി വെക്കാം. എന്നിട്ട് വേണം അടുത്ത കാര്യങ്ങൾ. നമുക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വാളംപുളി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വന്നു. ഒന്ന് വാടി കഴിയുമ്പോൾ അടുത്ത പരിപാടി നമുക്ക് ചെയ്യാം കേട്ടോ. മെയിൻ സാധനം എരിവിന് വേണ്ടിയിട്ടുള്ള വറ്റൽമുളക്, ക്രഷ്ഡ് ചില്ലി നമ്മൾ ചേർക്കുകയാണ്. ഇതാണ് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നത്. ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അവനെയും കൂടെ ഒന്ന് ഇറക്കി കൊടുക്കാം. ഈ ബീറ്റ്റൂട്ടിന്റെ കളറും മുളകിന്റെ കളറൊക്കെ വരുമ്പോഴേക്കും നല്ലൊരു കളറായിരിക്കും. ഈ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാൻ. അതുപോലെ ക്രഷ്ഡ് ചില്ലി ഇല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുത്താലും മതി, വറ്റൽമുളക് ഇട്ട് കൊടുത്താലും മതി. കറിവേപ്പില വേണ്ടവർക്ക് അതും ചേർക്കാം. നമ്മളിവിടെ ചേർക്കുന്നില്ല. കറിവേപ്പില വേണ്ടവർക്ക് അത് ചേർക്കാം. ഒന്നായി വരട്ടെ. ഒന്നായി വന്നവരെ നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം ഫുള്ള് കുറച്ച് വെച്ചൊന്ന് കഴിച്ചിട്ട് ടീസ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ ഇപ്പം ചേർത്തെടുക്കുകയാണെ. ഇത് നോക്കിയിട്ട് നമുക്ക് അടിക്കാൻ നിർത്തി ചേർക്കാം. ഇളക്കി കൊടുക്കുക. എനിക്ക് ഒരു കൈ സ്ലാബിൽ പിടിച്ചു തന്നിട്ട് ഞാൻ ചെയ്യണത്. അപ്പം ചട്ടിയിൽ എനിക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ബാക്കി നമ്മുടെ വർഷം ഇളക്കും. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് മൂടി വെച്ച് വാടി വന്നിട്ട് കാണാം കേട്ടോ. 10 മിനിറ്റോളം ആവിയിൽ വേവാനായിട്ട് മൂടി വെച്ചു. അപ്പം അതൊന്ന് തുറന്ന് നോക്കാം. സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കിയെടുത്തിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇടുകണ്ട. ആ കളറൊക്കെ മാറി, ബീറ്റ്റൂട്ടിൻ്റെ കളറൊക്കെ മാറി, തേങ്ങയും ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഭാഗത്തിനാണ് എടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേവിച്ച് ഇപ്പോൾ ഫ്രൈ രൂപത്തിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതായിരിക്കും ടേസ്റ്റ്. അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറി അരയ്ക്കുന്ന സമയത്ത് കാണാം. ഐറ്റം ചൂട് കുറഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ ജാറിലേക്ക് നമ്മൾ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇങ്ങനെ അടിച്ചെടുത്തിട്ട് കാണാം കേട്ടോ.
നമ്മുടെ തേങ്ങ മുഴുവനായിട്ട് നമുക്ക് ഇട്ട് അരച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആ ബീറ്റ്റൂട്ടിൻ്റെ കളറൊക്കെ വന്നപ്പോൾ സംഭവം അടിപൊളി, കാണാനും അടിപൊളി, നല്ല സ്മെല്ലുമാണ്. നമുക്കിത് മുഴുവൻ അരച്ചെടുത്തിട്ട് കാണാം കേട്ടോ. അതായത് നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ട്, ചമ്മന്തി റെഡി ആയി വന്നപ്പോൾ ഞാനാകെ വേർത്ത് കുളിച്ചെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അടിപൊളി ടേസ്റ്റാണ്, ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം. ഇതേപോലെയുള്ള വ്യത്യസ്തമായ ഐറ്റംസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ്.